നമസ്കാരം. ഇതിൽ പറയുന്നത് യഥാർത്ഥമായ ദേവചൈതന്യം എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ്. ഒരു കഥയിലൂടെയാണ് ഞാൻ പറയുന്നത്. കേൾക്കൂ. ഈ യജുർവേദത്തിലൊരു കഥയുണ്ട്. എന്താ കഥ എന്നല്ലേ? ഈ വരുണൻ്റെ പുത്രനായ ഭൃഗു പിതാവിനോട് ചോദിച്ചുത്രേ, നിത്യസത്യമായി നിലകൊള്ളുന്നത് എന്താണെന്ന്. പിതാവ് പെട്ടെന്ന് കൊടുത്തു ഉത്തരം, തപസ് ചെയ്യുക, അതിനെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കുക. അങ്ങനെ ഭൃഗു അനുസരിച്ച് തപസ് ചെയ്തു. ഉത്തരവും കിട്ടി. എന്താ ഉത്തരം? അന്നമയമായ ഈ ശരീരം തന്നെ സത്യം. വരുണൻ വീണ്ടും കൽപ്പിച്ചു, തപസ് തുടരട്ടെ എന്ന്. ഭൃഗു തപസ് തുടർന്നു. വീണ്ടും ഉത്തരം കിട്ടി. എന്താണ്? ശരീരമല്ല, പ്രാണമയമായ ശരീരമാണ് നിത്യമായത്, നിത്യസത്യമായത് എന്ന് ഭൃഗു കണ്ടുപിടിച്ചു. വീണ്ടും തപസ് തുടർന്നു. സ്വയം ഇഷ്ടപ്രകാരം വീണ്ടും തപസ് തുടർന്നു. അപ്പോൾ അതിനപ്പുറത്ത് മനസ്സും, മനസ്സിനപ്പുറത്തേക്ക് വിജ്ഞാനവും, അതിലുപരിയായി ആനന്ദമയമായ കോശമുണ്ടെന്നും ബോധ്യായി. ജീവാത്മാവും പരമാത്മാവും വിഭിന്നമല്ലെന്ന യഥാർത്ഥ ജ്ഞാനം ഉദിച്ചപ്പോൾ ഭൃഗുവിന് ബ്രഹ്മാനന്ദമായി. യഥാർത്ഥ ഞാൻ ആത്മാവായതിനാൽ ദേവചൈതന്യം വഹിച്ചു നടക്കുന്ന ഒരു ക്ഷേത്രമായി മാത്രമേ മനുഷ്യ ശരീരത്തിനെ ഗണിക്കാനാവൂന്ന്. നിത്യശുദ്ധമായ ദിവ്യ ചൈതന്യം മനുഷ്യനിലുണ്ട്. ചൈതന്യമാണ് യഥാർത്ഥ മനുഷ്യൻ.